ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി ഈ പ്ലീഡന നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയ്ക്ക് ഉള്ള പ്രതികരണം നടത്തുകയാണ്. തത്സമയം ജിയോണയെ ഓപ്റ്റ് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഓപ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. SFIക്കാരിയാണ് ജിയോണ എന്നും പറയപ്പെടുന്നത്. ഞാൻ ഈ വിഷയത്തിൽ എന്നോട് മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഏതായാലും ബഹുമാനനായ സീനിയർ നേതാവ് ബാബുചേട്ടൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഈ വിഷയത്തിൽ ഈ ജിയോണ എന്ന് പറയുന്ന അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്ത ഒരാൾ ഞാനാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമനം എന്ന് പറയുന്നത് ഇത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു നിയമനമല്ലല്ലോ. സ്വാഭാവികമായും റെക്കമെൻഡേഷൻ ആവശ്യമായിട്ട് വരും. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ഷനും ആവശ്യമായിട്ട് വരും. ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മുമ്പിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നതുപോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിളായിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയിട്ടുള്ളത്. പശ്ചാത്തലം നോക്കിയിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ വരുന്ന. ഒരു പഴയ SFI ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നാണ്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ഇപ്പോൾ നിങ്ങളല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം മുൻകാലഘട്ടത്തിൽ SFI ആണോ KSU ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ പരിചയപ്പെടുന്നു. അവർ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എനിക്ക് 100% ബോധ്യപ്പെട്ടു അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിഭാഷകരുടെ സംഘടനയാണ്. ആ സംഘടനയിൽ 2022 മുതൽ ആക്റ്റീവ് മെമ്പറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവർ. അത് 100% എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ബോധ്യപ്പെട്ടു. മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഏതായാലും ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അംഗമായിട്ടുള്ള ഒരു അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ മുൻകാലഘട്ടങ്ങളിൽ അവർ ഇനി SFI ആണോ KSU ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തു ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ 2022 മുതൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമായി ഒരു അഭിഭാഷക പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അയോഗ്യതയായി എനിക്ക് തോന്നുന്നില്ല. അതൊരു അയോഗ്യതയാണോ എനിക്കറിയത്തില്ല അത് ഈ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് 100% ബോധ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ മറ്റൊരു നിലപാട് സ്വീകരിച്ച സംസ്ഥാന ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ചയായി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ അത്തരത്തിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ അപ്പോൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ടോടുള്ള അല്ലെങ്കിൽ BJPയുമായി ബന്ധമുള്ള CPIയുമായി ബന്ധമുള്ളവരെയൊക്കെ നിയമിക്കുന്നു ശരിയല്ല എന്ന് പറയുന്ന വലിയൊരു തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഒരു സ്വാഭാവികമായ ചോദ്യം ഉയരുന്നത്. എൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന ശൈലി കണ്ടിട്ടുള്ള ആളുകൾക്കാർക്കും ഞാനൊരു SFIയെ പിന്തുണയ്ക്കുന്ന അതല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും ആകാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തല കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ തല മുട്ടയടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് 14 സ്റ്റിച്ച് SFIക്കാർ അടിച്ചതാണ്. മനസ്സിലായില്ലേ? ഞാൻ KSU സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ SFIക്കാർ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റ് സ്റ്റമ്പും വെച്ച് എന്നെ അടിച്ച് എന്നെ മർദ്ദിക്കുന്നത് കണ്ട ആളുകൾ പറഞ്ഞ് ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് SFIയുടെ ഗുണവധികാരമൊന്നും എന്നോട് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. SFI എന്താണെന്നും അവർ എത്രത്തോളം ഫാസിസ്റ്റ് നിലപാടുകളുമായി മുൻപോട്ട് പോകുന്ന സംഘടനയാണെന്നും ഒക്കെ എനിക്കറിയാം.
ഇനി ഞാൻ MP ആയി പ്രവർത്തിക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി 7 വർഷക്കാലം പ്രവർത്തിച്ച ആളാണ്. സംഘടനാ പ്രവർത്തകരുടെ വികാരം എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസിൽ പ്രതിയായിട്ടുള്ള MP ആരാണ്? നിങ്ങൾ നോക്ക്. ഞാൻ 2019 മത്സരിക്കുമ്പോൾ എൻ്റെ പേരിലുള്ള കേസുകളുടെ എണ്ണം, അത് ഞാൻ നമ്പറൊന്നും ഇവിടെ പറയുന്നില്ല, ഏതായാലും അത് ഒരു നല്ല നമ്പറാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുള്ള MP ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ്. എന്തുകൊണ്ടുണ്ടായി? ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രതിപക്ഷ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ 56 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് ഇത് കൊണ്ടുവരേണ്ടിയിരുന്നോ എന്നുള്ളത് ആ വിമർശനം ഉന്നയിച്ച ആളുകളാണ്. അത് ഞാൻ പറയാം. ഞാൻ പറയട്ടെ. കോൺഗ്രസിന്റെ ഭാരവാഹി അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നു. ജിയോണ 2022 മുതൽ പ്രവർത്തിക്കുന്നു. പക്ഷെ അവരുടെ മുൻ രാഷ്ട്രീയം പറഞ്ഞിങ്ങനെ വിമർശനം നടത്തുന്നത് ഒരു മുൻവിചാരമില്ലാത്ത പ്രതികരണമായി പോയെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് പ്രതികരണമാണ് കേട്ടത്. SFI മുൻ പ്രവർത്തക ജിയോണ ജെയിംസിനെ പ്രീഡ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്ത് താനെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഡീൻ കുര്യാക്കോസ് MP.